ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിൽ ഇന്നലെ നമ്മൾ കണ്ടിരുന്ന പ്രൊമോയിലെ ടാസ്ക്കാണ് കാണിച്ചിരുന്നത് കേട്ടോ. അതായത് ഏറ്റവും കൂടുതൽ പൈസ ലഭിക്കുന്ന ടാസ്ക് 4 ലക്ഷം രൂപയാണ് ബിഗ് ബോസ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വളരെ റിസ്ക്കും പിടിച്ച ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു. ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ആ പൈസയും എടുത്ത് വീടിനുള്ളിൽ കയറണമായിരുന്നു. അതിങ്ങനെ കയറിയിട്ടില്ലെങ്കിൽ ആ വ്യക്തി എന്നേക്കുമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നിരുന്നേനെ. എന്നിട്ടും ആ ടാസ്ക് ചലഞ്ചിങ് ആയിട്ട് അക്ബറും ആദിലയും അനിമോളും അത് ഏറ്റെടുത്തു. നമ്മൾ ഒരു ശ്വാസം പിടിച്ചടക്കിക്കൊണ്ട് ഇരുന്ന് കണ്ട ഒരു ടാസ്ക് ആയിരുന്നു. കാരണം ആരെങ്കിലും ഒരാൾ കയറാൻ സാധിച്ചില്ലെങ്കിൽ അയാൾ പുറത്തു പോകുമായിരുന്നു. എന്നിട്ടും അവർ ആ ടാസ്കിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചു, നല്ല രീതിയിൽ തന്നെ കളിച്ചു. പുറത്തു പോയി കാറിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം ഞെട്ടിച്ചത് അനിമോളാണ് കേട്ടോ. അത് പറയേണ്ടിയിരിക്കുന്നു. കാരണം അനിമോൾ പുറത്തു പോയെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ അനിമോളാണ് ഏറ്റവും കൂടുതൽ കാശും കൊണ്ട് തിരിച്ചു കയറുന്നത്. 1,40,40,000 രൂപയാണ് അനിമോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കെട്ട് 20,000 രൂപയുടെ കെട്ടാണ്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ അക്ബറാണ്. അക്ബർ 60,000 രൂപയും എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് കയറി വന്ന മത്സരാർത്ഥിയായിരുന്നു ആദിലയ്ക്ക് ഒരു കെട്ട് മാത്രമേ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം അക്ബർ കയറിയിട്ടുണ്ടായിരുന്നു, രണ്ടാമത് അനിമോൾ കയറിയിട്ടുണ്ടായിരുന്നു, മൂന്നാമതാണ് ആദില കയറിയത്. പക്ഷേ അനിമോളാണ് ഏറ്റവും കൂടുതൽ പൈസ എടുത്തുകൊണ്ട് വന്നത്. 1,40,40,000 രൂപയാണ് എടുത്തുകൊണ്ട് വന്നത്. ഒരു മിനിറ്റിനുള്ളിൽ തന്നെ വീടിനുള്ളിൽ കയറണമായിരുന്നു. അത് 3 പേരും അത് കറക്റ്റായിട്ട് നടത്തി വിജയിച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. അവരെ 3 പേരെയും പ്രശംസിച്ചാലേ മതിയാവുള്ളൂ. കാരണം ഇങ്ങനൊരു അവസ്ഥയിൽ അവർ ആ ടാസ്ക് ചലഞ്ച് ഏറ്റെടുത്തു എന്നുള്ളതാണ്. എന്തായാലും അനിമോൾ ഞെട്ടിച്ചു, ഒരു രക്ഷയില്ലാണ്ട് കളിച്ചു. അപ്പം കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.